ജൂലൈ 9 14 ആഴ്ചയിലെ ബുധനാഴ്ച. മത്തായി 10 1 മുതൽ 7 വരെ വാക്യങ്ങൾ. തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. സ്വർഗത്തിലെത്തിയപ്പോൾ എല്ലാ ദൂതന്മാരും സ്വർഗീയ സൈന്യങ്ങളും അവൻ്റെ ചുറ്റും കൂടി ഭൂമിയിലെ അവൻ്റെ ദൗത്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. യേശു താൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഖ്യാപിച്ച സുവിശേഷവും തൻ്റെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും നേടിയ രക്ഷയും അവരുമായി പങ്കുവച്ചു. ഈ സദ്വാർത്ത എല്ലാവരിലും എങ്ങനെ എത്തിച്ചേരുമെന്ന് ദൂതന്മാരിൽ ഒരാൾ യേശുവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ വേല തുടർന്നു കൊണ്ടുപോകാൻ ഞാൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഗലീലിൽ നിന്നുള്ള ആ 12 പേരാണോ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്? ദൂതന്മാർ സംശയത്തോടെ ചോദിച്ചു. അതെ, ആ 12 പേര്. അവരിൽ ഒരാൾ നഷ്ടപ്പെട്ടെങ്കിലും ബാക്കിയുള്ളവർ തങ്ങളുടെ ദൗത്യം തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം അപ്പോസ്തലന്മാരുടെ വിളിയെക്കുറിച്ചും യേശുവിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കാൻ അവരെ അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചുമാണ്. യേശുവിൻ്റെ ഈ 12 ശിഷ്യന്മാരെ ഒന്ന് ഓർക്കുക. അവരുടെ പശ്ചാത്തലം അത്ര ഭംഗിയുള്ളതല്ല. പലർക്കും ഒരു ഗ്രാമത്തലവനാകാൻ പോലും യോഗ്യത ഇല്ല. പിന്നെ തൻ്റെ ആന്തരിക വൃത്തത്തിൽ വരുവാനും പിന്നീട് ലോകമെമ്പാടും തൻ്റെ പ്രതിനിധികളാകാനും അവരെ വിളിക്കാൻ യേശു അവരിൽ എന്താണ് കണ്ടെത്തിയത്? ഒരു ഉത്തരം രൂപാന്തരപ്പെടാനുള്ള അവരുടെ സന്നദ്ധതയാണ്. എല്ലാറ്റിനുപരിയായിട്ട് അവർ കർത്താവിന് വേണ്ടി തങ്ങളുടെ പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ചു. ഈ 12 പേരിൽ ഒരാൾ അവനെ ഒറ്റിക്കൊടുത്തു. യൂദാസ് ഇസ്കരിയോത്തയെ തിരഞ്ഞെടുത്തതിൽ യേശുവിന് തെറ്റുപറ്റിയോ? ഒരുപക്ഷെ യേശുവിൻ്റെ ആ ദൗത്യം നിറവേറ്റുന്നതിൽ യൂദാസിന് നിർണായകമായ ഒരു പങ്കുണ്ടായിരുന്നിട്ടുണ്ട്. എന്നിരുന്നാലും യൂദാസിന് തൻ്റെ സ്വാതന്ത്ര്യവും എളിമയും ഉപയോഗിച്ച് തൻ്റെ തെറ്റ് സമ്മതിക്കാനും മാനസാന്തരപ്പെടാനും യേശുവുമായി അനുരഞ്ജനത്തിലാകാനും കഴിയുമായിരുന്നു. പകരം തൻ്റെ നാശത്തിലേക്ക് നയിക്കുന്ന വഴിയിലൂടെ പോകാൻ അവൻ തീരുമാനിച്ചു. അപ്പോസ്തലന്മാർ എത്ര അയോഗ്യരായിരുന്നാലും യേശു അവരെ ശാക്തീകരിച്ചു. അവൻ അവരെ പരിശീലിപ്പിക്കുകയും അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ അവർക്ക് അധികാരം നൽകുകയും ചെയ്തു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഖ്യാപിക്കുക എന്ന പ്രത്യേക ദൗത്യം അവൻ അവർക്ക് നൽകി. ഈ അപ്പോസ്തലന്മാർ ഇപ്പോൾ ഇല്ല. പകരം അവരുടെ പിൻഗാമികളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആ പിൻഗാമികൾ ഒരാളാകാൻ നിങ്ങൾ തയ്യാറാണോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.